أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أشهد أن لا إله إلا الله. أشهد أن محمد رسول الله. اللهم صل وسلم وبارك عليه. ഹദീസ് 25. സത്രു ഉയൂബിൽ ഗൈരി, മറ്റൊരാളുടെ ന്യൂനത മറച്ചു വെക്കുക. സത്രു എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക. ഉയൂബി ന്യൂനതകൾ, അൽ ഗൈരി മറ്റൊരാളുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. ഹദ്ദസന അബൂ ബക്രിൻ ഇബ്നു അബി ഷൈബ ഹദ്ദസന അഫ്ഫാനു ഹദ്ദസന വുഹൈബുൻ ഹദ്ദസന സുഹൈലുൻ അൻ അബീഹി അൻ അബി ഹുറൈറത്ത റളിയല്ലാഹു അൻഹും അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറയുകയാണ്, ലാ യസ്തുറു അബ്ദുൻ, ഒരു അടിമ മറച്ചു വെക്കുകയില്ല, അബ്ദൻ മറ്റൊരു അടിമയെ മറച്ചു വെക്കുകയില്ല, ദുനിയാവിൽ വെച്ച് ഒരു അടിമ മറ്റൊരു അടിമയെ മറച്ചു വെക്കുകയില്ല എന്ന് പറഞ്ഞാൽ ഒരടിമ മറ്റൊരു മനുഷ്യൻ്റെ മറ്റൊരു അടിമയുടെ ന്യൂനത മറച്ചു വെക്കുകയില്ല. ദുനിയാവിൽ വെച്ച് മറച്ചു വെക്കുകയില്ല. ഇല്ലാ സതറഹു, അവൻ്റെ ന്യൂനതയെ മറച്ചു വെച്ചിട്ടല്ലാതെ, അള്ളാഹു മറച്ചു വെച്ചിട്ടല്ലാതെ, യൗമൽ ഖിയാമത്ത് നാളിൽ. അപ്പോൾ ഒരു അടിമ മറ്റൊരു അടിമയുടെ ന്യൂനതകൾ വല്ലതും മറച്ചു വെച്ചാൽ അവൻ്റെ ന്യൂനത ഖിയാമത്ത് നാളിൽ അള്ളാഹു മൂടി വെക്കുന്നതാണ്, മറച്ചു വെക്കുന്നതാണ്. അപ്പോൾ മനസ്സിലായോ? ആ ഹദീസ് മനസ്സിലായോ? ഈ ആശയം തന്നെ വരുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. ദുനിയാവിൽ ഒരാൾ മറ്റൊരാളുടെ പ്രയാസങ്ങൾ നീക്കിക്കൊടുത്താൽ ആഖിറത്തിൽ അവൻ്റെ പ്രയാസം അല്ലാഹു നീക്കിക്കൊടുക്കും. ഒരു മുഅ്മിനിൻ്റെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ എല്ലാവരും അറിയുന്ന ഒരു സമയമാണല്ലോ മഹ്ശറിൽ, എല്ലാവരും ഉണ്ടാകുന്ന സമയമാണ്. നമ്മൾ ബഹുമാനിച്ചവരുണ്ടാകും, നമ്മളെ ബഹുമാനിച്ചവരുണ്ടാവും, നമ്മളെ വലിയ ആളായി കണ്ടവരുണ്ടാവും, നമ്മൾ വലിയ ആളായി കണ്ടവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ കുറവുകൾ പറയുക എന്ന് പറഞ്ഞാൽ നമ്മെ വഷളാകുന്ന ഒരു രൂപമായിരിക്കും. ആ രൂപം ഉണ്ടാവില്ല. അതിന് ചെയ്യേണ്ടത് ദുനിയാവിൽ നമ്മുടെ സഹോദരൻ്റെ ഒരു ന്യൂനതകൾ മറച്ചു വെക്കുക എന്നുള്ളതാണ്. ലാ യസ്തുറു അബ്ദുൻ, ഒരു അടിമ മറച്ചു വെക്കുകയില്ല, അബ്ദൻ മറ്റൊരു അടിമയെ മറച്ചു വെക്കുകയില്ല എന്ന് പറഞ്ഞാൽ മറ്റൊരു അടിമയുടെ ന്യൂനതയെ മറച്ചു വെക്കുകയില്ല. ദുനിയാവിൽ ഇല്ലാ സത്തറഹു, അള്ളാഹു അവൻ്റെ ന്യൂനതയെ മറച്ചു വെച്ചിട്ടല്ലാതെ, യൗമൽ ഖിയാമത്ത് നാളിൽ. റവാഹു മുസ്ലിമുൻ റളിയല്ലാഹു അൻഹു. ഈ ഗീബത്ത് പറയുന്ന ഹലാലായ സന്ദർഭങ്ങളുണ്ടല്ലോ, അത് ഏതൊക്കെയാണ്? ഗീബത്ത് പറയല് ഹലാലായ സന്ദർഭം എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് ഇസ്ലാമിനും മുസ്ലിമീങ്ങൾക്കും ദ്രോഹമാണ്. എന്നാൽ അവനെക്കുറിച്ച് അവൻ്റെ കുറവുകൾ മാക്സിമം അവൻ്റെ പേര് പറയാതെ അവൻ്റെ വിശേഷണങ്ങൾ പറഞ്ഞിട്ട് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ, പാലക്കാടുള്ള ഒരാളാണ്, അപ്പോൾ പാലക്കാട്ടുകാരൻ അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരൻ എന്ന് പറഞ്ഞാൽ തന്നെ അവനെക്കുറിച്ച് തിരിയുമെങ്കിൽ വ്യംഗ്യമായ ഭാഷയിൽ അവനെ സൂചിപ്പിക്കുന്ന ഭാഗങ്ങൾ പറയാം. അപ്പോൾ അല്ലെങ്കിൽ എന്തു ചെയ്യും, അവൻ്റെ പ്രവർത്തനം കൊണ്ട് ഈമാൻ തെറ്റിപ്പോകുന്ന അല്ലെങ്കിൽ വഴികേടിലാവുന്ന ഫിസ്കിലേക്ക് എത്തിക്കുന്ന കാര്യം സംഭവിക്കുമെങ്കിൽ
ചെയ്യാം. ഓക്കെ ആണോ? ഒരാള് പിന്നെ ബിദ്അത്ത് അയാളെ കുറ്റം പറഞ്ഞാൽ പ്രശ്നമുണ്ടാവും? ബിദ്അത്തുകാരനായാൽ അദ്ദേഹത്തിന്റെ കുറ്റം എന്തിനാണ് പറയുന്നത്? അദ്ദേഹത്തിന്റെ ബിദ്അത്തിലേക്ക് മറ്റുള്ളവർ പോയി ഈമാൻ നഷ്ടപ്പെടാതിരിക്കാനല്ലേ? അത് പറയാം. അത് ഒരു മതപരമായ കാരണങ്ങൾക്ക് വേണ്ടിയാണല്ലോ, അല്ലാതെ ഭൗതികമായ വിഷയങ്ങൾക്ക് വേണ്ടിയല്ലല്ലോ. അത് അത് ചില സമയത്ത് നിർബന്ധമായിട്ട് വരും. ഗീബത്ത് പറയൽ അത് ഹറാമാണ്, അത് നബി തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയൊരു കാര്യമാണ്. പക്ഷേ ഇത്തരം കേസുകൾ എന്ന് പറഞ്ഞാൽ എമർജൻസി കേസുകളാണ്. ആ സമയത്ത് നമ്മൾ അവനെക്കുറിച്ച് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ പലരുടെയും ഈമാൻ കളങ്കപ്പെടുന്ന ഒരു വലിയ തെറ്റിന് നമ്മൾ കൂട്ടുനിൽക്കലാവും. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കണം, അപ്പോൾ അത് നിർബന്ധമാവും. ഇനി ഹദീസ് 26, അലിസ്തിഗാസത്തു, സഹായം തേടുക. ഹദ്ദസനൽ ഹക്കമു ബിനു മൂസ അബൂ സാലിഹിൻ ഹദ്ദസനാ ഹിഖ്ലു ബിനു സിയാദിൻ ഖാല സമിഅ്തുൽ ഔസാഇയ്യ ഖാല ഹദ്ദസനി യഹ്യ ബിനു അബി കസീറിൻ ഹദ്ദസനി അബൂ സലമ ഹദ്ദസനി റബീഅത്തു ബിനു കഅബിൻ അൽ അസ്ലമിയു റളിയല്ലാഹു അൻഹു ഖാല കുന്തു, റബീഅ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കുന്തു ഞാനായിരുന്നു, അബീതു ഞാൻ രാത്രി താമസിച്ചിരുന്നു, മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഞാൻ രാത്രി സമയം ചെലവഴിച്ചിരുന്നു, താമസിച്ചിരുന്നു. ഫഅതൈതുഹു ഞാൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊണ്ടു ചെന്ന് കൊടുത്തിരുന്നു. ബി വദൂഇഹി നബി തങ്ങൾ വുദൂ എടുക്കുന്ന വെള്ളം കൊടുത്തിരുന്നു. അതുപോലെ വഹാജത്തിഹി നബി തങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ നബി തങ്ങളുടെ അടുത്തു പോയി അത് നിറവേറ്റി കൊടുത്തിരുന്നു. അപ്പോൾ വെള്ളം കൊണ്ട് കൊടുക്കും, വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾ നബി തങ്ങൾക്ക് ഉണ്ട് എങ്കിൽ അത് ഞാൻ നടത്തി കൊടുക്കുമായിരുന്നു, അതായത് ഞാൻ സേവനം ചെയ്യുമായിരുന്നു. ഫഖാല ലി, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, സൽ, നീ ചോദിച്ചുവോ, എന്താ വേണ്ടത്, നീ ചോദിച്ചോ റബീഅ എന്ന് പറഞ്ഞു. ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ഓഫറാണല്ലോ, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി, സ്വർഗത്തിൽ അങ്ങയുടെ കൂടെ അങ്ങയുടെ ചങ്ങാത്തം ഞാൻ ചോദിക്കുന്നു. അങ്ങ് പല വലിയ വലിയ സ്ഥാനങ്ങളിലും ഉന്നത സ്ഥാനങ്ങളിലും ആയിരിക്കും. അപ്പോൾ സ്വർഗത്തിലും നിങ്ങളുടെ ചങ്ങാത്തം, അങ്ങയുടെ ചങ്ങാത്തം ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവ ഗൈറ ദാലിക, അതല്ലാത്ത, ഒന്നുകൂടി പറയും, അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി, സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യം, ചങ്ങാത്തം, സൗഹൃദം ഞാൻ ആഗ്രഹിക്കുന്നു. അതുവരെ ഓക്കെയാണോ? ഓക്കെയാണോ? ക്ലിയർ അല്ലേ? കേൾക്കുന്നില്ല?
വോയിസ് ബ്രേക്ക് ഉണ്ടോ? ഓക്കെ സാർ. ആ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിച്ചു ചോദിച്ചു, ഔ ഗൈറ ദാലിക, അതല്ലാത്ത വേറെ എന്തെങ്കിലും ആണ് ആവശ്യമുള്ളത്, അതോ അത് തന്നെയാണോ? ഇത് തന്നെയാണോ വേണ്ടത്, അതല്ല അതല്ല വേറെ വല്ലതുമാണോ എന്ന് ചോദിച്ചു. ഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ഹുവദാക്ക, അല്ല നബി, അത് തന്നെ, എൻ്റെ ആവശ്യം അത് തന്നെയാണ്. എനിക്ക് അങ്ങയുടെ കൂടെ ചങ്ങാത്തം വേണം സ്വർഗത്തിൽ. അപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഅഇന്നി, നീ എന്നെ സഹായിക്കൂ. അങ്ങനെ ഒരു വിഷയം ചോദിച്ചതല്ലേ, അപ്പോൾ നീ എന്നെ സഹായിക്കൂ. അലാ നഫ്സിക, നിന്റെ നഫ്സിന് വേണ്ടി നീ എന്നെ സഹായിക്കൂ. എങ്ങനെ സഹായിക്കൂ? ബികഥറത്തി സുജൂദി, സുജൂദ് വർദ്ധിപ്പിക്കൽ കൊണ്ട്, ധാരാളം സുജൂദ് നിസ്കാരം ചെയ്തുകൊണ്ട് നീ എന്നെ സഹായിക്ക്. അപ്പോൾ നിസ്കാരം വർദ്ധിപ്പിച്ചോ, ആ വിഷയം, എൻ്റെ സാമീപ്യം, എൻ്റെ സൗഹൃദം, എൻ്റെ ചങ്ങാത്തം, അത് ഞാൻ നിനക്ക് നൽകാം എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ ധാരാളം നിസ്കാരവും സുജൂദുകളും വർദ്ധിപ്പിച്ചോ, എന്നാൽ എൻ്റെ സാമീപ്യം, എൻ്റെ സൗഹൃദം, എൻ്റെ ചങ്ങാത്തം, എന്നോടൊപ്പമുള്ള സഹവാസം ഞാൻ നൽകുന്നതാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൂട്ടുകാരെ അവർക്ക് വേണ്ടത് നൽകാൻ ചില കാരണങ്ങളും കഴിവുകളും നൽകിയിട്ടുണ്ട്. അതിൽ പെട്ട ഒന്നാണ്, നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് നിറവേറ്റിത്തരും. അള്ളാഹിനോട് ദുആ ചെയ്യും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില കാരണങ്ങളെ, ചില മഹാന്മാരെ ഇടയാളന്മാരായി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് കൂടുതൽ സ്വീകരിക്കുന്നതിന് വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൃഷ്ടിയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ചില കഴിവുകൾ, ചില അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അധികാരത്തിൽ റബീഅ റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, എന്നാ നബിയെ, നിങ്ങളുടെ കൂടെയുള്ള സഹവാസമാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, വേറെ എന്തെങ്കിലുമാണോ? അല്ല, അത് തന്നെയാണ് വേണ്ടത്, എനിക്കത് തന്നെയാണ് ആഗ്രഹം. എന്നാൽ എൻ്റെ മേൽ നീ ധാരാളം സുജൂദ് വർദ്ധിപ്പിച്ച് എന്നെ നീ സഹായിക്കൂ. ഓക്കെ ആണോ? അല്ല ഉസ്താദേ, ഈ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇസ്തിഗ്ഹാസയ്ക്ക് ഇതെല്ലാം പറയുമ്പോൾ അത് പറയും, അങ്ങനെ കൊടുത്തില്ലല്ലോ, സുജൂദ് വർദ്ധിപ്പിക്കാൻ പറഞ്ഞതാണ്. സുജൂദ് വർദ്ധിപ്പിച്ച കിട്ടുന്നല്ല അതിൻ്റെ അർത്ഥം. കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ തരും. ഒരു മിനിറ്റ്, എവിടെ കുട്ടികള്? എന്താ പണി? നാളെ മറ്റേ സാറ് പറയുന്നു. എന്തൊക്കെയാ പറഞ്ഞു? അതിന് നേരെ വരുന്ന ശ്രദ്ധിച്ചിരിക്കാൻ സാറ് വീഡിയോസ് ഒക്കെ കാണിച്ചു. കുട്ടികളെവിടെ ബാക്കിയുള്ളത്? നീ ആദ്യം പോകുന്നതാ? ചായ വേണം. അപ്പോൾ അവിടെ അത് ക്ലിയർ ആയില്ല, അത് ബ്രേക്കായി പോയി. ഒന്നുകൂടി പറയാം. തിരിച്ച് ചോദിക്കാറുണ്ടത് മാത്രമേ ഞാൻ കേട്ടുള്ളൂ. എന്താ പറഞ്ഞേ?
അപ്പോൾ ഞാൻ പറയാം. ഇവിടെ നബിതങ്ങളോട് ചോദിച്ചു. അപ്പോൾ നബിതങ്ങൾ അതിന് കഴിവില്ല എങ്കിൽ, അല്ലെങ്കിൽ അത് മതപരമായൊരു തെറ്റായ കർമ്മമാണെങ്കിൽ, തെറ്റായ ചോദ്യമാണെങ്കിൽ അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂടി വെക്കാൻ പറ്റുമല്ലോ. കിത്മാൻ, മറച്ചു വെക്കുക എന്ന് പറഞ്ഞാൽ അത് അമ്പിയാക്കൾക്ക് ഇല്ലാത്ത, നിർബന്ധമായും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്താണ് മറച്ചു വെക്കുക എന്നുള്ളത്. അപ്പോൾ തെറ്റായിരുന്നുവെങ്കിൽ അവിടെ ഉണർത്തുമായിരുന്നു. തെറ്റങ്ങനെ പലതവണ നബിതങ്ങൾ ഉണർത്തിയിട്ടുണ്ട്. സ്വഹാബത്തിനെ അവരെ സംസ്കരിക്കുന്ന വിഷയത്തിൽ പല ഭാഗത്തും അവരുടെ ധാരണാപിശകുകൾ വന്നപ്പോൾ ഉണർത്തിയിട്ടുണ്ട്. ഇവിടെ ചോദിച്ച സമയത്ത് എന്നാൽ അത് റെഡിയാക്കാം, പക്ഷേ കുറച്ച് സുജൂദൊക്കെ നീ ചെയ്ത് നീ എന്നെ സഹായിക്കണം. അപ്പോൾ ഞാൻ ആ ഒരു ദർജ, ആ ഒരു പദവി നിനക്ക് നൽകണം എന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷെ ഒരുപാട് സുജൂദ് വർദ്ധിപ്പിച്ച് നീ അതിന് അർഹനാണ്, അർഹതയുള്ള ഒരവസ്ഥയിലുമാണ് എന്ന നിലക്ക് കുറച്ച് കൂടുതൽ ആരാധനയിൽ വരണം. അത് മറ്റൊരു സന്ദേശം കൂടിയാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ അനുഗ്രഹം നൽകുമ്പോൾ വലിയ രൂപത്തിൽ നമ്മൾ നന്ദി കാണിക്കണം എന്നതിൻ്റെ ഒരു ലക്ഷണമാണത്. അല്ലാഹു നമുക്ക് അനുഗ്രഹം ചെയ്യുന്നതിനനുസരിച്ച് വലിയ രൂപത്തിൽ നമ്മൾ നന്ദി കാണിക്കണമല്ലോ. അതിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അല്ലാതെ അത് കൊടുത്തില്ല എന്നല്ല. ഓക്കെ ആണോ? ഓക്കെ. ഇനി ഇതും കൂടി ഒന്ന് പറയാം നമുക്ക്. സമാഉൽ ബഈദി, ദൂരെ ഉള്ള കാര്യം കേൾക്കുക, ദൂരത്തുള്ളത് കേൾക്കുക. ഹദ്ദസനി മുഹമ്മദ് ഇബ്നു ഉസ്മാൻ ഇബ്നി കറാമത്ത ഹദ്ദസനാ ഖാലിദ് ഇബ്നു മഖ്ലദിൻ ഹദ്ദസനാ സുലൈമാൻ ഇബ്നു ബിലാലിൻ حدثني شريك بن عبد الله بن أبي نمر عن عطاء عن أبي هريرة رضي الله عنهم قال قال رسول الله صلى الله عليه وسلم إن الله سبحانه وتعالى قال പറഞ്ഞു. ഖുദ്സിയായ ഹദീസാണ്. നബി തങ്ങൾ ഹദീസിൽ അല്ലാഹു പറഞ്ഞു എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്ന, പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതിന് ഖുദ്സിയായ ഹദീസ് എന്നാണ് പേര് പറയാം. പരിശുദ്ധമായ ഹദീസ് എന്ന് അതിന് വാക്കർത്ഥം. മൻ ആദാലി വലിയൻ, മൻ വല്ല ഒരാളും, ആദാ അവൻ ശത്രുത കാണിച്ചു, വലിയൻ വലിയനോട്, എൻ്റെ ഇഷ്ടദാസനോട് ആരെങ്കിലും ശത്രുത കാണിച്ചു, എന്നാൽ ഫഖദ് ആദൻതുഹു ബിൽ ഹർബി, ഞാൻ സമ്മതം നൽകുന്നു അവനോട് യുദ്ധം ചെയ്യൽ കൊണ്ട്. അപ്പം മൻ ആദ, ആരെങ്കിലും ശത്രുത വെച്ചാൽ, ലീ എനിക്കു വേണ്ടി, വലിയൻ എൻ്റെ വലിയനോട് എന്ന് പറഞ്ഞാൽ എൻ്റെ വലിയനോട് ആരെങ്കിലും ശത്രുത വെച്ചാൽ, ഫഖദ് ആദൻതുഹു, ഞാൻ അവനോട് സമ്മതം നൽകുന്നു, ബിൽ ഹർബി, യുദ്ധം ചെയ്യൽ കൊണ്ട്. അള്ളാഹു യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ പ്രധാനപ്പെട്ട ഒന്നാണിത്. മറ്റൊന്നാണ് പലിശ. പലിശ വാങ്ങുന്ന, പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അള്ളാഹു അവരോട് യുദ്ധം ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. വമാ തഖറബ ഇലയ്യ, എന്നോട് അടുപ്പം കാണിച്ചിട്ടില്ല, എന്നോട് അടുത്തിട്ടില്ല, അബ്ദി എൻ്റെ അടിമ, ബിശൈഇൻ ഒരു കാര്യം കൊണ്ട് അടുത്തിട്ടില്ല, അഹബ്ബ ഇലയ്യ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൊണ്ട് എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തിട്ടില്ല,
മിമ്മഫ്തറൽതുഹു അലൈഹി, ഞാൻ അവൻ്റെ മേൽ ഫറലാക്കിയ കാര്യത്തേക്കാൾ. ഒന്നുകൂടി പറയാം. ഞാൻ ഇന്ന് കണക്ഷൻ ഒന്ന് മാറ്റട്ടെ, നെറ്റിൻ്റെ. അത്രേ കേട്ടുള്ളൂ. ഓക്കെ. വമാ തഖറബ, അടുത്തിട്ടില്ല, ഇലയ്യ, എന്നോട് അടുത്തിട്ടില്ല, അബ്ദി, എൻ്റെ അടിമ, ബിശൈഇൻ, ഒരു കാര്യം കൊണ്ട് അടുത്തിട്ടില്ല. ഓക്കെ ആണോ? ഇപ്പോൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഹലോ, ഓക്കെ അല്ലേ? വമാ തഖറബ ഇലയ്യ, എന്നോട് അടുത്തിട്ടില്ല, അബ്ദി, എൻ്റെ അടിമ, ബിശൈഇൻ, ഒരു കാര്യം കൊണ്ട് അടുത്തിട്ടില്ല, അഹബ്ബ ഇലയ്യ, എനിക്ക് ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം കൊണ്ട് എൻ്റെ അടിമ എന്നോട് അടുത്തിട്ടില്ല. എന്തിനേക്കാൾ? മിമ്മഫ്തറൽതുഹു അലൈഹി, ഞാൻ അവന് ഫറലാക്കിയ ഒന്നിനേക്കാൾ. ഞാൻ എൻ്റെ അടിമക്ക് ഫറലായ കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫറല് കൊണ്ട് എന്നിലേക്ക് ഒരു അടിമ അടുക്കുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതായി ഒന്നുമില്ല. ഫറലായ കാര്യം കൊണ്ട് ഒരു അടിമ അടുക്കുന്ന, ഒരു ഫറലായ കാര്യം പ്രവർത്തിക്കുന്നതിനേക്കാൾ വലിയ, എനിക്ക് പ്രിയങ്കരമായ മറ്റൊരു കാര്യവും ഇല്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പ്രിയങ്കരമായി മറ്റൊരു കാര്യം കൊണ്ടും എന്നോട് ഒരു അടിമയും അടുത്തിട്ടില്ല. അപ്പോൾ എന്നോട് അടുത്തത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രൂപത്തിൽ എന്നോട് അടുത്തത് ഫർദ് കൊണ്ടാണ്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? കേൾക്കുന്നില്ലേ? മനസ്സിലാവുന്നില്ലേ? ഇപ്പോഴും കട്ടാകുന്നുണ്ടോ വോയിസ്? ഇനി പറയണേ. വമാ യസാലു അബ്ദി, എൻ്റെ അടിമ, യതഖറബു, വമാ യസാലു അബ്ദി, എൻ്റെ അടിമ, യതഖറബു, അടുത്തുകൊണ്ടിരിക്കുന്നു, ഇലയ്യ, എന്നിലേക്ക്, ബിന്നവാഫിലി, സുന്നത്തുകളെ കൊണ്ട്. എൻ്റെ അടിമ എന്നിലേക്ക് സുന്നത്തുകളെ കൊണ്ട് അടുത്തുകൊണ്ടിരിക്കുന്നു. ഹത്താ ഉഹിബ്ബഹു, ഞാൻ ഇഷ്ടപ്പെടുന്നത് വരെ, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ. അപ്പോൾ സുന്നത്തായ കാര്യം ധാരാളം നിർവഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ അടിമ ധാരാളം സുന്നത്തുകൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അവനെ ഇഷ്ടപ്പെടും. ഫഇദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടപ്പെട്ടാൽ, കുന്തു, ഞാനാകും, സംഅഹു, അവൻ്റെ കേൾവിയാകും, അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കേൾവി ശക്തി ഞാനായി മാറും. എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യൻ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ കേൾക്കും. അസാധാരണപരമായ കേൾവി ശക്തി അവനുണ്ടാകും.
അതുപോലെ വബസ്വറഹു അവൻ്റെ കാഴ്ച ശേഷിയും ഞാനാകും. അല്ലദീ യുബ്സിറു ബിഹി അടുത്ത പാലിക്കത്ത് ഉസ്താദിനാണ് ശരി ഉസ്താദ് മാറ്റി ഇതിന് ഒരു മേക്കപ്പ് സെറ്റ് നോക്കിയാണ് ഉസ്താദ് അത് വാങ്ങാൻ. അതുപോലെ അവൻ കാണുന്ന കാഴ്ച ശക്തിയും ഞാനാകും. വയദഹു അവൻ്റെ കയ്യും ഞാനാകും. അല്ലത്തി യബ്തിഷു ബിഹാ അവൻ അതുകൊണ്ടാണ് പലതും പിടിക്കുന്നത്. പലതിനെയും അവൻ പിടിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം അവൻ്റെ സാധാരണ ഒരു കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ അവൻ്റെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റും. സാധാരണ ഒരു മനുഷ്യൻ കാണുന്ന കാഴ്ച ശക്തിയേക്കാൾ കൂടുതൽ കാഴ്ച ശക്തി അവനുണ്ടാകും. വരിജിലഹുല്ലത്തി യംശി ബിഹാ അവൻ സഞ്ചരിക്കുന്ന കാലിനാനാകും. അവൻ സഞ്ചരിക്കുന്ന കാല് ഞാനാകും. സാധാരണ കാലുകൊണ്ട് സഞ്ചരിക്കുന്ന ദൂരത്തേക്കാൾ കൂടുതൽ ദൂരം അവന് താണ്ടാൻ സാധിക്കും. വഇൻ സഅലനീ അവൻ എന്നോട് ചോദിച്ചാൽ ലഉഅ്തിയന്നഹു ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. എന്താണോ അവൻ എന്നോട് ചോദിക്കുന്നത് ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. വല ഇനിസ്തആദനീ അവൻ എന്നോട് കാവൽ തേടിയാൽ ലഉഈദന്നഹു ഞാൻ അവന് കാവൽ നൽകുക തന്നെ ചെയ്യും. വല ഇനിസ്തആദനീ അവൻ എന്നോട് കാവൽ ചോദിച്ചാൽ ലഉഈദന്നഹു ഞാൻ അവന് കാവൽ നൽകുക തന്നെ ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? വല ഇനിസ്തആദനി വഇൻ സഅലനി അവൻ എന്നോട് ചോദിച്ചാൽ ലഉഅ്തിയന്നഹു ഞാൻ അവന് നൽകുക തന്നെ ചെയ്യും. തീർച്ചയായും അവന് നൽകും. വല ഇനിസ്തആദനി അവൻ എന്നോട് കാവൽ തേടിയാൽ സംരക്ഷണം തേടിയാൽ ലഉഈദന്നഹു ഞാൻ അവന് സംരക്ഷണം കൊടുക്കുക തന്നെ ചെയ്യും. ഇനി ശ്രദ്ധിക്കണേ. വമാ തറദ്ദത്തു ഞാൻ സംശയിക്കുകയില്ല അൻ ഷൈഇൻ ഒരു കാര്യത്തെ തൊട്ട് അന ഫാഇലുഹു ഞാൻ ചെയ്യുന്ന ഞാൻ ശങ്കിക്കുകയില്ല ഞാൻ സംശയിക്കുകയില്ല. അൻ ഷൈഇൻ ഒരു കാര്യത്തിനെ തൊട്ട് ഞാൻ സംശയിക്കൂല. അന ഫാഇലുഹു ഞാൻ പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തെ തൊട്ട് എനിക്ക് സംശയമില്ല. അതെ, നെറ്റ് കണക്ഷൻ മാറ്റിയല്ലോ. പിന്നെയും കേട്ടാ കേൾക്കുന്നില്ലേ? പറയാം. വമാ തറദ്ദത്തു ഞാൻ സംശയിക്കുകയില്ല. അള്ളാഹു പറയാണ് ഞാൻ സംശയിക്കുകയില്ല. അൻ ഷൈഇൻ ഒരു കാര്യത്തിൻ്റെ വിഷയത്തിൽ ഞാൻ സംശയിക്കൂല. എങ്ങനെയുള്ള ഒരു കാര്യമാണ്? അന ഫാഇലുഹു ഞാൻ അത് പ്രവർത്തിക്കുന്നതാണ്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യത്തിൽ എനിക്ക് സംശയമല്ല. സംശയം ആർക്കുണ്ടാകുക? മനുഷ്യന്മാർക്കുണ്ടാകുക. അത് ചെയ്യണോ വേണ്ടേ എന്ന സംശയം മനുഷ്യർക്കുണ്ടാകുക. എനിക്കങ്ങനല്ല. ചെയ്യണോ വേണ്ടേ എന്ന സംശയം എനിക്കില്ല. തറദ്ദുദീ അൻ നഫ്സിൽ മുഅ്മിനി ഒരു മുഅ്മിനിന്റെ ശരീരത്തിൽ ഒരു മുഅ്മിനിന്റെ ഹൃദയത്തിൽ ഉള്ള സംശയം എനിക്കില്ല. ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ വരുന്ന സംശയം എനിക്കില്ല. മനസ്സിലായോ? ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അത് വേണോ വേണ്ടേ നമുക്കുണ്ടാവും ചിലപ്പോൾ.
അതുകൊണ്ട് പോണോ പോണ്ടേ, അവനെ സഹായിക്കണോ സഹായിക്കണ്ടേ, ഇതൊരു മുഅ്മിനായ മനുഷ്യനുണ്ടാവും. ആ മുഅ്മിനായ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു സംശയം എനിക്കുണ്ടാവില്ല. അപ്പോൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ കാര്യം കൃത്യമായും ചെയ്യും, ഞാൻ കൊടുക്കുമെന്ന കാര്യം ഞാൻ കൃത്യമായും കൊടുക്കും, ഞാൻ ഏറ്റെടുത്ത കാര്യം ഞാൻ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ ആണോ സുഹൈൽ സാർ? എന്തോ മിസ്റ്റേക്ക് ഉണ്ട് തോന്നുന്നു അല്ലേ? യക്റഹുൽ മൗത്ത, അവൻ മരണത്തെ വെറുക്കുന്നു. ആര്? മരണത്തെ വെറുക്കുന്നു, മരണത്തെ അവൻ ഇഷ്ടപ്പെടുന്നില്ല. വ അന അക്റഹു മസാഅതഹു, അവന് മോശമുണ്ടാകുന്നത് ഞാനും ഇഷ്ടപ്പെടുന്നില്ല. അല്ലാഹ് പറയാണ്, അവൻ മരണത്തെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം കുറച്ചു കാലം ജീവിക്കണം എന്നാണ് അവൻ ആഗ്രഹം. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് നല്ല റാഹത്തോടു കൂടെ ജീവിക്കണം എന്നാണ് ആഗ്രഹം. മരണം ആരും പെട്ടെന്ന് കൊതിക്കൂല. മരിക്കുകയാണെങ്കിൽ ഈമാനോടുകൂടെ മരിക്കണം, ഇല്ലെങ്കിൽ മരിക്കുന്നത് വരെ നല്ല റാഹത്തോടുകൂടെ അള്ളാഹുവിനെ ആരാധിച്ച് ജീവിക്കണം. അപ്പം മരണത്തെ അടിമ ഇഷ്ടപ്പെടൂല, ഞാനും ഇഷ്ടപ്പെടൂല. എന്ത്? അവനക്ക് മോശം ചെയ്യലിനെ. അപ്പോൾ അവന് നല്ല ഗുണങ്ങളാണ് ഞാൻ ചെയ്യുക, മരണസമയത്തും ഗുണങ്ങളാണ് ചെയ്യുക, അല്ലാത്ത സമയത്തും ഗുണങ്ങളാണ് ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുത്താൽ, ഒന്ന്, സാധാരണ മനുഷ്യർക്കുള്ള കഴിവിനപ്പുറത്തുള്ള കഴിവുകൾ അവന് നൽകും. സാധാരണ ഒരാൾ കേൾക്കുന്ന കേൾവിയേക്കാൾ കേൾവിശക്തി അവനുണ്ടാകും, കാഴ്ചശക്തി ഉണ്ടാകും, ചലനശേഷി ഉണ്ടാകും, കൈകൊണ്ടുള്ള കഴിവുകൾ ഉണ്ടാകും. ഇനി അവൻ വല്ലതും അള്ളാഹുവിനോട് ചോദിക്കുകയാണെങ്കിൽ അവന് തീർച്ചയായും അത് കൊടുക്കും. എന്തെങ്കിലും സംരക്ഷണം ചോദിച്ചാൽ സംരക്ഷണം നൽകുകയും ചെയ്യും. ഞാൻ ചെയ്യുന്ന വിഷയത്തിൽ മുഅ്മിനുകൾക്ക് ഉള്ള സംശയം അല്ലെങ്കിൽ തറദ്ദുദ്, ആശങ്ക എനിക്കില്ല. ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞാൽ കൊടുക്കുക തന്നെ ചെയ്യും. മുഅ്മിന് മരണത്തെ ഇഷ്ടപ്പെടൂല. മുഅ്മിൻ എന്താവൂല? മരണത്തെ ഇഷ്ടപ്പെടൂല. വ അന അക്റഹു മസാഅതഹു, ഞാൻ അവനക്ക് ദോഷം ചെയ്യുന്നതും കുറവാക്കുന്നതും ഞാനും ഇഷ്ടമില്ല.